ഹലോ നമസ്കാരം. ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബബ്ബ എന്ന് പറയുന്ന സിനിമ. ദിലീപും മോഹൻലാലും ഈ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമയാണ്. മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് 100% കൺഫേം ആണെങ്കിൽ പോലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതുവരെയായിട്ട് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഷാൻ റഹ്മാനെ മാറ്റി ഗോപി സുന്ദറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും ഏകദേശം 100% കൺഫേം ആണ്. പക്ഷേ അണിയറ പ്രവർത്തകർ ഇത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഈ സിനിമയിൽ ഗില്ലി എന്ന് പറയുന്ന നമ്മുടെ വിജയുടെ പഴയ സിനിമയായിട്ടുള്ള ഗില്ലിയുടെ പല റെഫറൻസുകളും ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും 100% കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. പല പോസ്റ്ററുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈ സിനിമയുടെ ടീസർ ആയിക്കോട്ടെ, ഗ്ലിംസ് വീഡിയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊന്നും ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ സിനിമയിൽ നല്ലൊരു ഐറ്റം ഡാൻസ് ഉണ്ട്. തമന്നയാണ് ഈ ഡാൻസറായി വരുന്നത്. ഇതിൽ മോഹൻലാലും ദിലീപും ഈ ഡാൻസിൽ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ നമ്മളെ ഡാൻസ് കളിക്കുന്ന ഒരു മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു 100% കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊന്നും ഒഫീഷ്യലായിട്ട് അണിയറ പ്രവർത്തകരെ അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് 100% കൺഫേം ആയിട്ടുള്ള ഒഫീഷ്യലി അനൗൺസ് ചെയ്താത്ത പല കാര്യങ്ങളും ഞാൻ ഈ സിനിമയിലൂടെ പറയുകയാണ്. ഈ സിനിമയിൽ കലാഭവൻ പഴയ സിനിമയുടെ സോന എന്ന് പറയുന്ന സോങ്സ് ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തേത് കാര്യം പറയുന്നത് മോഹൻലാൽ ഈ സിനിമയിൽ ഇൻട്രൊഡക്ഷൻ സീന് ഒരു അമ്മർ കാറിലായിരിക്കും വരിക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിലെ മോഹൻലാലിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് വെള്ള തുണിയും ബ്ലാക്ക് ഷർട്ടുമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ ചില റെഫറൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് എത്രത്തോളം വിശ്വസനീയതമാണ് എന്നുള്ളത് എനിക്കറിയില്ല. ചില ഫേസ്ബുക്ക് പേജിലൂടെ ഒക്കെ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ചില സിനിമകളുടെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ ഈ സിനിമയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു മമ്മൂട്ടിയുടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു റെഫറൻസ് ഈ സിനിമയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു റൂമറുകൾ പറക്കുന്നുണ്ട്. എത്രത്തോളം ഉറപ്പുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.